Hello everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. കുറേ മസാലയൊക്കെ ഉള്ളത്, നല്ല സ്പൈസി, നല്ല ടേസ്റ്റി. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. മമ്മിനോട് ചോദിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ, 2-3 പൊട്ടാറ്റോ, ഇത് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. 4 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബെലിസ്തയാക്കിയിട്ട്. ഇതൊരു കപ്പോളം ഉണ്ട്. 1 ഫുൾ കപ്പ് ടൊമാറ്റോ പ്യൂരി ഇല്ലെങ്കിൽ 4-5 വലിയ തക്കാളി എടുത്തിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. 1 കപ്പ് പുളിയില്ലാത്ത തൈര്, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പീസ് പട്ട, 8-10 ഏലക്ക, ഗ്രാമ്പൂ 8 എണ്ണം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2-3 കറുവയില, 2 കറുത്ത ഏലക്ക, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മല്ലിയിലയും പച്ചമുളകും ഗാർണിഷ് ചെയ്യാൻ. ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം, പക്ഷേ ഇതിലേക്ക് കുറച്ച് എണ്ണ ആവശ്യമുണ്ട്. എണ്ണ ചൂടായ ഇതിലേക്ക് ഗരം മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 30 സെക്കൻഡ് വരെ ഇത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചമണം മാറുന്ന വരെയും കളറൊന്ന് ചേഞ്ച് ആവണ വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ വഴറ്റിയെടുക്കണം. എന്നിട്ട് തീ ലോ ആക്കിയിട്ട് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല ചെറിയ തീയിൽ തന്നെ വഴറ്റിയെടുക്കണം. മസാല കരിയാതിരിക്കാൻ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ 2 മിനിറ്റോളം വഴറ്റിയെടുക്കണം. 1-1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, അധികം ഒഴിച്ച് കൊടുക്കണ്ട. 2 മിനിറ്റിന് ശേഷം തക്കാളി പ്യൂരി അല്ലെങ്കിൽ തക്കാളി അരച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തീ മീഡിയമിലാക്കിയെടുക്കാം. ഇതെല്ലാം എണ്ണ മുകളിലേക്ക് കാണുന്നവരെ വഴറ്റിയെടുക്കണം. നല്ല കളറ് വരും, എണ്ണ നന്നായിട്ട് തെളിയും, അതുവരെ ഇത് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനും മസാലയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയമിലാക്കിയിട്ട് ചിക്കനും മസാലയും 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ചിക്കൻ്റെയും മസാലേൻ്റെ ഒക്കെ കളർ ചേഞ്ച് ആവും, എണ്ണ തെളിയാൻ തുടങ്ങും. ആ സമയത്ത് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈരിട്ട് കഴിഞ്ഞാൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം എണ്ണ നന്നായിട്ട് പുറത്ത് തെളിയണ വരെ വഴറ്റിയെടുക്കാം. കണ്ടോ, കാണാൻ തന്നെ എന്ത് ലുക്കാണ്, ടേസ്റ്റും അടിപൊളിയാണ്, നല്ല മണവും വരുന്നുണ്ട്. ഒരു 3-4 മിനിറ്റിന് ശേഷം ഇതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം. പൊട്ടാറ്റോ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ബെലിസ്ത ഇട്ട് കൊടുക്കാം. ബെലിസ്ത ഒന്ന് കൈ കൊണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അധികം വെള്ളമില്ലാത്ത കറിയാണ് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. കറി നന്നായി തിളക്കാൻ തുടങ്ങിയാൽ ഗ്യാസിൻ്റെ തീ നന്നായി ലോ ആക്കിയിട്ട് ദമ്മിൽ 10 മിനിറ്റോളം കറി വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ചിക്കൻ പൊട്ടാറ്റോ കറി റെഡിയാണ്. നല്ല മണം വരുന്നുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനി മല്ലിയിലയും പച്ചമുളകിട്ട് ഗാർണിഷ് ചെയ്യാം. എന്നിട്ട് സെർവ് ചെയ്യാം.
റൈസ്, ചപ്പാത്തി, പൊറോട്ട, നാൻ എല്ലാത്തിൻ്റെ കൂടെയും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കാം. ഈ റെസിപ്പി ഇഷ്ടമായ ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.